വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ പല തെറ്റിദ്ധാരണകളും ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറുവാൻ ഇടവരട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയം, എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണ് എന്ന് പറയരുത്. എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണ് എന്ന് പറയരുത്. അനേകം ക്രൈസ്തവ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഒക്കെ അവരുടെ ജീവിതത്തിലോ കുടുംബത്തിലോ ഉണ്ടാകുന്ന പല തകർച്ചകൾക്കും അവർ സ്വയം വിധിക്കാറുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ വിധിക്കാറുണ്ട്. ഇത് ദൈവത്തിൻ്റെ വിധിയാണ്. ദൈവം എൻ്റെ മേൽ വിധിച്ച വിധിയാണിത്. ഇത് ദൈവം എനിക്ക് നൽകിയതാണ്, ദൈവം എനിക്ക് വരുത്തിയതാണ് എന്നുള്ള രീതിയിൽ അവരുടെ തകർച്ചകളെ ഓർത്ത് തകർച്ചയുടെ നടുവിൽ അവർ ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ദൈവത്തിൻ്റെ മേൽ പഴിചാരിക്കൊണ്ട് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ആശ്വസിക്കുകയും ചെയ്യും. നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ന് നല്ല ശതമാനം നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾക്കും ഉയർച്ച ഇല്ലായ്മകൾക്കും ദുഃഖത്തിനും എല്ലാം കാരണം അവരവരുടെ പ്രവൃത്തികളുടെ ഫലം തന്നെയാണ് എന്ന്. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 11-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണ് എന്ന് പറയരുത്, എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. അപ്പോൾ നമ്മുടെ വീഴ്ച ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ തകർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കടക്കെണിയിൽ അകപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വലിയ കേസിൽ ഉൾപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കടം വാങ്ങി കടം വീട്ടാൻ നിർവാഹമില്ലാതെ രാത്രി മുഴുവൻ നീ കരഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത് ആത്മഹത്യയിൽ എത്തിച്ചേരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പരീക്ഷയിൽ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം സംശയങ്ങളും കലഹങ്ങളും ഭിന്നതകളുമായി മുന്നോട്ടൊന്നിച്ചു പോകാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ മാനസികമായ ഡിവോഴ്സിൻ്റെ വക്കിൽ നിങ്ങൾ എത്തിച്ചേരുകയാണെങ്കിൽ അതൊന്നും ദൈവം ആഗ്രഹിക്കുന്നതല്ല. ദൈവമല്ല ആ വീഴ്ചയ്ക്ക് കാരണം. വചനം കൃത്യമായിട്ട് പറയുകയാണ്, എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണ് എന്ന് പറയരുത്.
കാരണം അനേകരും പറയുന്നുണ്ട്, അവരവരുടെ പ്രവൃത്തിയുടെ ഫലം അവരനുഭവിക്കുമ്പോൾ പ്രവൃത്തിയുടെ ദോഷമായിട്ട് സംഭവിക്കുന്ന എല്ലാ അനർത്ഥങ്ങൾക്കും അവർ കുറ്റപ്പെടുത്തുന്നത് ദൈവത്തെയാണ്. കാരണം താൻ വെറുക്കുന്നത് അവിടുന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. എന്താണ് താൻ വെറുക്കുന്നത്? മനുഷ്യ മക്കളുടെ പതനം, മനുഷ്യ മക്കളുടെ തകർച്ച, അഭിവൃദ്ധിയില്ലായ്മ, കടക്കെണിയിൽപ്പെടുന്ന അനുഭവം, നീ ദരിദ്രനായിട്ട് നീ മരിക്കണമെന്നുള്ള ആ അവസ്ഥ, നീ തീരാരോഗിയായിട്ട് നിൻ്റെ കുടുംബം മാറണം, നിൻ്റെ തലമുറ ഉയർച്ചയില്ലാതെ അധപ്പതിക്കുന്ന അനുഭവം, ഇതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ദൈവം വെറുക്കുന്നു ആ അവസ്ഥയെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ദൈവത്തെ പഴി പറയാറുണ്ട്, അല്ലേ? ദൈവത്തെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. അല്ലെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ മേൽ പഴിചാരിയാണ് പലരും സമൂഹത്തിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടുകയോ മറ്റുള്ളവർക്ക് ഒരു മറുപടി കൊടുക്കുകയോ ചെയ്യുന്നത് അങ്ങനെയാണ്. ദൈവം എന്തിനാ എന്നോടിത് ചെയ്തത്? അങ്ങനെ പലരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവം എന്തിനാണ് എന്നോട് ഇത് ചെയ്തത്? എൻ്റെ കുടുംബത്തിൽ ഈ അനർത്ഥം ദൈവം എന്തിനാണ് നൽകിയത്? ഇത് ഇപ്പോൾ ഉള്ളവരിൽ തുടങ്ങിയതോ ഒന്നുമല്ല. ഇത് വളരെ സുപരിചിതമായ ഒരു പദമാണ്, വാക്കാണിത്. ഇതെവിടെയാണ് ആരംഭിച്ചത്? ഏദൻ തോട്ടത്തിൽ. ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച, ദൈവത്തിൻ്റെ മക്കളെന്ന പദവി ആദ്യമായിട്ട് കൊടുത്ത ആദത്തിനും ഹവ്വായുടെയും ജീവിതത്തിൽ സംഭവിച്ചു. ഇത് പഴം പറിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലേ, അവിടെ ആദത്തിനോട് ചോദിച്ചു, എന്തിനാണ് നീ ഈ പഴം പറിച്ചു തിന്നത് എന്ന്. അവിടെ എന്താ പറയുന്നത്? അവിടെ ദൈവത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. അവിടെ ദൈവത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. നീ എനിക്ക് നൽകിയ ഭാര്യ, കണ്ടോ, നീ എനിക്ക് നൽകിയ ഭാര്യ. അപ്പോൾ കുറ്റം മുഴുവൻ ആർക്കാ? ദൈവമാ. ഞാൻ ചോദിച്ചിട്ടാണോ ഇങ്ങനെയൊരു സാധനത്തിനെ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഭാര്യയെ, ഈ അവ്വാമ്മയെ എനിക്ക് തന്നത്? ഞാൻ ചോദിച്ചിട്ടാണോ? എന്നോടൊരു കാര്യം നീ ചോദിച്ചോ? എന്നോട് അഭിപ്രായം ചോദിച്ചോ? എന്നോട് ചോദിക്കാതെ, എൻ്റെ അഭിപ്രായം ആരായാതെ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരെണ്ണത്തിനെ നീ എനിക്ക് തന്നു. പിന്നെ നീ എനിക്ക് തന്നതുകൊണ്ട് ഞാൻ കുറ്റപ്പെടുത്താതെ ഞാൻ സ്വീകരിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. നീ എനിക്ക് നൽകിയ ഈ സ്ത്രീ, അവളാണ് ഈ പഴം പറിച്ച് എനിക്കും തന്നത്. അപ്പോൾ ആ വീഴ്ച മനുഷ്യവർഗത്തിൻ്റെ ആദ്യത്തെ പതനം അവിടെ ആരംഭിച്ചു. അപ്പോൾ ഈ പതനത്തിന് കാരണക്കാരായവൻ തന്നെ ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന, വരുത്തി വെക്കുന്ന പല വിനകൾക്കും അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏൽക്കാതെ അത് ദൈവത്തിൻ്റെ മേൽ ചുമത്തുകയാണ് ചെയ്തത്. നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുകയില്ല, നമ്മൾ ഉത്തരവാദിത്വം എടുക്കുകയില്ല. നമ്മൾ ഉത്തരവാദിത്വം എടുത്താൽ നമ്മൾ അതിന് പരിഹാരം നമ്മളായിട്ടുണ്ടാക്കണം. ആ റിസ്ക് എടുക്കാൻ നമ്മൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്തു ചെയ്യും? കുറ്റമെല്ലാം ദൈവത്തിൻ്റെ മേൽ ചുമത്തും. കുടുംബജീവിതത്തിലായാലും ഇത് ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു, ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു, അവർ മക്കളെ കുറ്റപ്പെടുത്തുന്നു, മക്കൾ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നു. വിശ്വാസികൾ
സഭാ നേതൃത്വത്തിലുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. നേതൃത്വത്തിലുള്ളതിൽ എപ്പോഴും കുടുംബം തകർന്നത് കൊണ്ടാണ്, കുടുംബം വിശുദ്ധീകരിക്കപ്പെടാത്തത് കൊണ്ടാണ്, നല്ല ദൈവവിളി ഇല്ലാത്തത് എന്ന് അങ്ങനെ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ എല്ലായിടത്തെ തകർച്ചയ്ക്കും അവരവർ കുറ്റമേൽക്കാതെ സമ്മതിക്കാതെ മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുകയോ അതിന് കാരണം ദൈവമാണെന്ന് പറയുകയോ ചെയ്യുന്ന ഒരു വലിയൊരവസ്ഥ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എൻ്റെ വീഴ്ചയ്ക്ക് കാരണം ദൈവമാണെന്ന് നിങ്ങൾ പറയരുത്. ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. നമ്മളിങ്ങനെ പറയാറില്ലേ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾക്ക് അതിൻ്റെ പരിണത ഫലം, അതിന് കാരണം ഞാൻ തന്നെയാണ്. ഞാൻ അത് ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. ഗലാത്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 7-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് ഇതാ ജഡം കൊയ്യുന്നു എന്ന്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, എന്നാൽ ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യുന്നു. വിതയ്ക്കുന്നതേ നമുക്ക് കൊയ്യാൻ പറ്റൂ, അല്ലേ? വാഴ വെച്ചാൽ വാഴ നമുക്ക് വെട്ടാൻ പറ്റും, മാവ് വെച്ചാൽ മാങ്ങ പറിക്കാൻ പറ്റും, തെങ്ങ് വെച്ചാൽ നമുക്ക് 5-6 വർഷം കഴിയുമ്പോൾ തേങ്ങ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഏത് വിത്താണോ വിതച്ചത് അത് മാത്രമേ പിന്നീട് നമുക്ക് കൊയ്തെടുക്കുവാൻ നമുക്ക് സാധിക്കൂ. വിതയ്ക്കുന്നതേ കൊയ്യാൻ പറ്റൂ. ചിലരെന്ത് ചെയ്യും? അവർ ജഡത്തിൽ നിന്ന് അവർ വിതയ്ക്കും. ജഡത്തിൽ നിന്ന് വിതയ്ക്കുന്നവൻ അവൻ കൊയ്യുന്നത് നാശമാണെന്ന് തിരുവചനം പറയുകയാണ്. ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, നാശം കൊയ്യും. ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ അന്വർത്ഥമാണ്. ജഡത്തിൽ നിന്ന് നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. നമ്മുടെ പല തീരുമാനങ്ങളും നാമുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളിലും ചുരുക്കം ആത്മീയ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവഹിത പ്രകാരം മാത്രം തീരുമാനമെടുക്കുന്ന ചിലർ കാണും. അവർ അല്ലാതെ മറ്റുള്ളവരൊക്കെ അവർ ഭക്തകാര്യങ്ങളിലെല്ലാം ഉണ്ട്, ആത്മീയ സ്ഥലത്തെല്ലാം പോകുന്നവരാണ്, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകും, എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും കൺവെൻഷനുകളെല്ലാം പോകും. പക്ഷേ അവരവരുടെ വ്യക്തിപരമായ കുടുംബത്തിലെ കാര്യങ്ങളോ ജീവിതത്തിലെ കാര്യങ്ങളോ വരുമ്പോൾ അവർ ലോകപ്രകാരം തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. ലോകം എന്തു പറയുന്നു, ചുറ്റുപാടുമുള്ള സിസ്റ്റം എന്ത് പറയുന്നു, അതിനനുസരിച്ചാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. അവിടെ ദൈവം എന്തു പറയുന്നു എന്ന് ചിന്തിക്കാറില്ല, ദൈവത്തോട് ആലോചന ചോദിക്കുകയില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരിടുന്ന ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു എന്ന് അന്വേഷിക്കാറില്ല, ചോദിക്കാറില്ല. പിന്നെയോ നാട്ടുനടപ്പനുസരിച്ച് നല്ല ശതമാനം ആൾക്കാരും ഒരു വീട് പണിയുമ്പോൾ നാട്ടുനടപ്പനുസരിച്ച് ആശാരി പറയുന്ന സ്ഥലത്തെ നമ്മൾ സാധനം കണ്ട് പെര പണിയുള്ളൂ. ആശാരി പറയുന്ന സമയത്താണ് കല്ല് നമ്മൾ ഇടുന്നത്, ആശാരി പറയുന്ന സമയത്താണ് നമ്മൾ പെരവാസ്തൂരി വെക്കുന്നത്, ആശാരി പറയുന്നത് പോലെയാണ് വാതിൽ വെക്കുന്നത്. കന്നിപോലെ നോക്കി വെക്കുക, അടുക്കള ഇങ്ങോട്ട് തിരിച്ചു വെക്കുക, വാതിലിൻ്റെ നേരെ തന്നെ ഒരു കുഞ്ഞ് ഗേറ്റ് ഉണ്ടാക്കുക, വലിയ ഗേറ്റ് വേറെ. അപ്പോൾ ഇനി മുറ്റം പണിയണമെങ്കിൽ, അപ്പോൾ ഞാൻ ഒരു വീട് പണിത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെക്കാളും ധൃതി നാട്ടുകാർക്കാണ്. മുറ്റം കെട്ടുന്നില്ലേ, മുറ്റം കെട്ടുന്നില്ലേ, മനസ്സിലായ? മുറ്റം കെട്ടുന്നില്ലേ ബ്രദറെ, മുറ്റം കെട്ടുന്നില്ലേ സാറേ എന്നൊക്കെയാണ് ചുറ്റുപാടുള്ള ഒരു അയലോക്കംകാർ പറയുന്നത്. അപ്പം നമ്മളെക്കാളും നമ്മുടെ കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് വലിയ താല്പര്യമാണ്. ഞാൻ പറഞ്ഞു ഇവിടെ മുറ്റം കെട്ടുന്നില്ല, മുറ്റം മൊത്തം മുറ്റമായിട്ട് അങ്ങ് ഇട്ടേക്കുക. അപ്പം മുറ്റം കെട്ടിയില്ലെങ്കിൽ എന്തോ ശകനപ്പഴയാണ്, അല്ലെങ്കിൽ അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യം.
അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ പല കാര്യങ്ങളിലും. നമ്മുടെ വിവാഹ കാര്യമാണെങ്കിൽ കുടുംബത്തിലൊരു വിവാഹം നടക്കുകയാണ്. അപ്പോൾ അതെല്ലാം നാട്ടുകാരെന്ത് പറയുന്നു, പാരമ്പര്യം എന്ന് പറയുന്നു, സമൂഹം എന്ത് പറയുന്നു എന്നത് നോക്കിയാണ് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ അല്ലേ എന്ത് പെട്ടെന്നാണ് ഡിവോഴ്സായി മാറാനായിട്ട് എളുപ്പം. പല കുടുംബങ്ങളിലും പണ്ടുള്ളതുപോലുള്ള ഐക്യതയോ സ്നേഹമോ ക്ഷമയോ സഹനമോ വിട്ടുവീഴ്ചകളോ ഇന്നില്ല. യാന്ത്രികമായിട്ട് അവർ ജീവിച്ചു പോകുന്നു. യാദൃശ്ചികമായിട്ട് 1 or 2 കുഞ്ഞുങ്ങളുണ്ടാകുന്നു. അവരുടെ ഫുൾ ടൈം അവരുടെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം, പണമാണ് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു. അതുമായി ബന്ധപ്പെട്ടാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളിലും നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ജഡത്തിൽ നിന്ന് മാനുഷികമായി തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലം നമ്മുടെ ജീവിതത്തിൽ, പിന്നീട് കുടുംബത്തിൽ ചില നാളുകൾ കഴിയുമ്പോൾ അത് വെളിപ്പെടാൻ തുടങ്ങും. അത് അവരുടെ നാശത്തിന് കാരണമാകും. അപ്പോൾ ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ജഡമാണ് വിത്തെങ്കിൽ നാളുകൾ കഴിയുമ്പോൾ നാശം നിനക്ക് കൊയ്തെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ദൈവത്തെ ആ തകർച്ചയിൽ, അത് ദൈവമാണിത് വരുത്തിയത്, ദൈവമാണിത് കൂട്ടിച്ചേർത്തത്, ദൈവമാണിത് ഭാര്യ എനിക്ക് തന്നത് എന്ന് നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. ആദിമ മാതാപിതാക്കൾ കുറ്റപ്പെടുത്തിയതുപോലെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. ഇന്ന് വിവാഹങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഒരു വിവാഹ ആലോചന വരുന്നത് അല്ലേ? അത് ഉറപ്പിക്കപ്പെടുന്നത് എന്ത് കണ്ടിട്ട്, എന്തിൻ്റെ ബേസിലാണ്? ദൈവഭക്തനാണോ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ഈ ചെറുക്കൻ അല്ലെങ്കിൽ പെൺകുട്ടി ദൈവഭക്തി ഉള്ളവളാണോ? എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാറുണ്ടോ? അവൾ കുടുംബ പ്രാർത്ഥനയിൽ ഈ ചെറുക്കൻ പങ്കെടുക്കാറുണ്ടോ? അവന് സ്വന്തമായിട്ടൊരു ബൈബിളുണ്ടോ? വചനം വായിക്കാറുണ്ടോ? ജീവിത വിശുദ്ധി ഉണ്ടോ? മദ്യപിക്കാത്ത ആളാണോ? ചീത്ത കൂട്ടുകെട്ടിൽ ഉൾപ്പെടാത്ത ആളാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കണോ? വേണ്ട, ആരും അന്വേഷിക്കുന്നില്ല, ചോദിക്കുന്നില്ല. ചെറുക്കൻ എന്താ പേര്, ചെറുക്കൻ എന്നാ ജോലി, കേട്ടോ, പഠിത്തം എന്നാ കൊണ്ട്, ഏത് രാജ്യത്താ ജോലി, പെണ്ണിന് ഏത് രാജ്യത്താ ജോലി, എന്താ ജോലി? മിക്ക പെണ്ണിനുങ്ങൾക്കും എന്താ ജോലി? നേഴ്സിംഗ് ആണല്ലോ. അത് ഇനി ഏത് രാജ്യത്താണ്? പിന്നെ ഫാമിലി വിസ ഉണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. അതൊക്കെ ഓക്കെ ആണെങ്കിൽ 1 തരം 2 തരം 3 തരം ഉറപ്പിച്ചിരിക്കുന്ന കല്യാണം. അപ്പോൾ ഇതാണ് ഒരു വിവാഹം എന്ന കൂദാശ നടക്കുന്നതിന് നമ്മൾ കാണുന്ന വ്യവസ്ഥകൾ ഇതാ, കണ്ടോ? അപ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ പിന്നീട് നാശം ആ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടാകും എന്നല്ല, ഉണ്ടാകാനേറെ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ആത്മീകമായിട്ട് നമ്മൾ തീരുമാനമെടുത്താൽ അവിടെ ദുഃഖങ്ങളും വേദനകളും ഉണ്ടാകും. എന്നിട്ട് ദൈവം നടത്തി തന്ന കൂദാശയാണല്ലോ, എന്നിട്ടെന്താ ഇത് വന്നത് എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. ബൈബിൾ പറയുന്നു, അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിച്ചാൽ നിങ്ങൾ ശിക്ഷാവിധിക്ക് കാരണമാകുമെന്ന്. മനസ്സിലായോ? അപ്പം തരുന്ന അപ്പത്തിൻ്റെ, നാം സ്വീകരിക്കുന്ന അപ്പത്തിൻ്റെ അയോഗ്യതയല്ല, സ്വീകരിക്കുന്നയാളുടെ അയോഗ്യതയാണ് ആ വ്യക്തിയെ നാശത്തിലെത്തിക്കുന്നത്. ഹല്ലേലൂയ. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകൾ, അത് ഫാമിലിപരമായിക്കോട്ടെ, ദമ്പതിപരമായിക്കോട്ടെ, സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടോട്ടെ, കടം കയറി വരിക ചിലരുടെ ജീവിതത്തിൽ. ബൈബിൾ പറയുന്നു നിങ്ങൾ കടം വാങ്ങരുത് എന്ന്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ സ്വന്തം തീരുമാനമെടുത്ത് ശരിയെന്ന് തോന്നുന്ന വഴികൾ, ബൈബിൾ പറയുകയാണ് ശരിയെന്ന് തോന്നുന്ന വഴികൾ നമുക്ക് തെറ്റിപ്പോകാം. ശരിയെന്ന് തോന്നി
നല്ല ബുദ്ധിയാണെന്ന് തോന്നി നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അനന്തരഫലം, നാശം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ദൈവത്തെ നമ്മൾ കുറ്റപ്പെടുത്തരുത്, ദൈവത്തിനെതിരെ പരാതി പറയരുത്. നമുക്കറിയോ, പഠിക്കാതെ ഏത് കുട്ടി പരീക്ഷ എഴുതിയാലും തോറ്റുപോകും. പഠിക്കാതെ എപ്പോഴും മൊബൈൽ തന്നെ നോക്കി 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 നടക്കുക, ക്രിക്കറ്റ് കളിച്ച് നടക്കുക, കൂട്ടുകാർ കൂടി നടക്കുക, ഇങ്ങനെ ഇതിൻ്റെ പുറകെ നടക്കുന്ന ഒരു കുട്ടി പരീക്ഷ എടുക്കുന്ന സമയമാകുമ്പോൾ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് നേരം വായിക്കും, ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി പഠിക്കുക. എന്നിട്ട് എന്നായും നേർച്ച നേരുക, ഊട്ട് നേർച്ചയ്ക്ക് പോവുക, നൊവേനയ്ക്ക് പോവുക, പിന്നെ അവിടെ തിരി ഒത്തിക്കുക, ഭക്തകാര്യങ്ങളെല്ലാം ചെയ്യും. എന്നിട്ട് പരീക്ഷ എഴുതാൻ പോവുക. റിസൾട്ട് വരുമ്പോൾ ആ കുട്ടി തോറ്റുപോയി. എന്നിട്ട് അവൻ ദൈവത്തെ പരാതി പറയുക, എൻ്റെ കൂട്ടുകാരെല്ലാം പള്ളി പോയി പ്രാർത്ഥിക്കും, എഴുതി കത്തിച്ചു, ഇതെല്ലാം ചെയ്തു, അതുപോലെ തന്നെ ഞാനും ചെയ്തതല്ലേ, എൻ്റെ കൂട്ടുകാരൊക്കെ ജയിച്ചു, പിന്നെ ഞാൻ തോറ്റുപോയി. ദൈവത്തിന് എന്തിനാണ് എന്നോട് പക്ഷാപാതം? എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ തന്നെയല്ലേ ഞാനും തിരികെത്തിച്ച് പ്രാർത്ഥിച്ചത്, അവൻ ചെയ്തതുപോലെ തന്നെയല്ലേ ഞാനും നേർച്ചയെടുത്ത് ഞാനും പ്രാർത്ഥിച്ചത്. എന്നിട്ട് അവനെ ജയിപ്പിച്ചു, എന്നെ തോൽപ്പിച്ചു. എൻ്റെ കൊച്ചനെ അവൻ പഠിക്കുകകൂടി ചെയ്തായിരുന്നു. വിശ്വാസവും പ്രവൃത്തിയും കൂടെ വേണം. അവൻ പഠിക്കുന്നുണ്ടായിരുന്ന പഠനത്തോടൊപ്പമാണ് ഭക്തിമാർഗവും കൂടെ സൂക്ഷിച്ചത്. നീയോ പഠിച്ചോ? ഇല്ല. നീ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം രക്ഷപ്പെടാൻ പറ്റുമെന്ന്. അങ്ങനെ ചേർത്ത് സാക്ഷിയുണ്ടോ? ഞാൻ കറക്കി കുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം കാണിച്ചു തന്ന എഴുതി ഞാൻ ജയിച്ചു എന്ന്. അല്ല, നമുക്ക് പഠിക്കണം. പഠിക്കാത്ത കുട്ടി പരീക്ഷ എഴുതിയാൽ തോറ്റുപോകും. അത് യാഥാർത്ഥ്യമാണത്. ഈ തോറ്റ കുട്ടി ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, പഠിച്ചിട്ട് പ്രാർത്ഥിക്കണം. പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥനയോടൊപ്പം നമ്മൾ പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള പരാജയങ്ങൾ, തോൽവികൾ, കടബാധ്യതകൾ, കുടുംബത്തകർച്ചകൾ, ചില മറ്റ് തകർച്ചകൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തകർച്ചകൾക്ക് കാരണം പ്രിയമുള്ളവരെ ദൈവമാണെന്ന് പറയരുത്, ദൈവമാണെന്ന് പറയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സരളഹൃദയനായിട്ടാണ് സൃഷ്ടിച്ചത്, നല്ല മനുഷ്യരായിട്ടാണ് സൃഷ്ടിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ നിന്നെ കുറ്റപ്പെടുത്താതെ, ദൈവത്തെ കുറ്റപ്പെടുത്താതെ ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുക, ദൈവത്തിനു മുമ്പിൽ എളിമപ്പെടുക, ദൈവത്തോട് മാപ്പ് ചോദിക്കുക, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുക, മനം തിരിയുക, ഉറച്ച തീരുമാനം എടുക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുക, ദൈവത്തോട് ചേർന്ന്, വചനത്തോട് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹിതയുമായ നല്ല ദൈവമേ കർത്താവേ, നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. നീ നല്ലവനാണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. സ്നേഹമാകുന്ന ദൈവം സ്നേഹിക്കുന്നവർക്ക് നന്മ മാത്രമേ ചെയ്യൂ. നന്മയല്ലാതെ ദൈവത്തിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ മാത്രം മക്കളായ ഞങ്ങൾക്ക് ആഭാ പിതാവേ, അങ്ങ് നന്മ മാത്രം ചെയ്യുന്നവനാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. നീ പിതാവെങ്കിൽ മക്കൾക്ക് നന്മ മാത്രമാണ് ചെയ്യുന്നത്, നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്നുപോയി സ്വന്തം തീരുമാനം ധൂർത്തുപുത്രൻ എടുത്തുകൊണ്ട് ആ പിതാവിൽ നിന്ന് അവൻ സ്വയം അകന്നു പോയതുപോലെ, അങ്ങനെ അവൻ അനർത്ഥങ്ങളും തകർച്ചകളും ഉണ്ടായതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കർത്താവേ നിന്നിൽ നിന്നകന്ന്, നിന്നെ കൂടാതെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾ എടുത്തതിൻ്റെ ഫലമായി അനേക കെണികളിൽ ഞാൻ അകപ്പെട്ടു കർത്താവേ. വലിയ തകർച്ചകളിൽ ഞാൻ അകപ്പെട്ടു, വലിയ വീഴ്ചകളിലേക്ക് ഞങ്ങൾ പോയി കർത്താവേ.
അതിന് ആ ഒരു ആശ്വാസം കണ്ടെത്തിയത്, അതിന് മറ്റുള്ളവർക്ക് മറുപടി കൊടുത്തത് പലപ്പോഴും ഞങ്ങൾ നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. നീ ഞങ്ങൾക്ക് നൽകിയതാണ്, നീ ഇത് ഞങ്ങൾക്ക് വിധിച്ചതാണ്, ഇത് ദൈവത്തിൻ്റെ വിധിയാണ്, ദൈവമാണ് ഇതിന് കാരണമെന്നൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങൾ നിന്നെ കുറ്റപ്പെടുത്തിയതിലോർത്ത് മാപ്പി ചോദിക്കുന്നു. കർത്താവേ, ഫോർഗീവ് മീ ജീസസ്, ഫോർഗീവ് മീ ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരിച്ചു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, മടങ്ങി വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, എല്ലാ തകർച്ചയിൽ നിന്നും ഒരു ഉയർച്ച, ഒരു ഉദ്ധാനം, ഒരു ഉയർപ്പ്, ഒരു വിടുതൽ കർത്താവേ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ ശക്തി ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരിലേക്കും 10,000ങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. ക്ഷമിക്കുന്ന സ്നേഹം കർത്താവേ എല്ലാ മക്കളിലേക്ക് ഒഴുകട്ടെ. ദൈവത്തിന് സ്നേഹം നിറയട്ടെ, നിറഞ്ഞു കവിയട്ടെ, അഭിഷേകമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ശക്തിയോടെ അഭിഷേകമായി എല്ലാ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ. വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, സമൂഹത്തിന് മേൽ വ്യാപരിക്കട്ടെ. തകർച്ചകൾ, തകർന്നു പോയതിനെ പണിതുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സമാധാനം കൊണ്ട്, നിന്റെ സ്നേഹം കൊണ്ട്, നിന്റെ ഐക്യം കൊണ്ട് ദമ്പതികളെ നിറയ്ക്കണമേ, നയിക്കണമേ. കട്ടബാധ്യതയിൽ നിന്ന് വിട്ടുതലുണ്ടാകട്ടെ, തകർച്ചയിൽ നിന്ന് ഉദ്ധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ. കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ. God bless you. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.